നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും സന്തോഷിപ്പിക്കുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് ജീവജലത്തിന്റെ നദി. ആ നദിയുടെ പേര് പരിശുദ്ധാത്മാവെന്ന നദി. ഇന്ന് പകൽക്കാലം സങ്കടത്തോടെ എന്റെ ശബ്ദം കേൾക്കാൻ ഏതെങ്കിലും വ്യക്തികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും പ്രയാസത്തിന്റെ മധ്യത്തിൽ, വ്യാകുലത്തിന്റെ മധ്യത്തിൽ ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കാൻ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ വിശുദ്ധ മന്ദിരത്തിനകത്ത് അവൻ സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ഒരു പരിമള തൈലമുണ്ട്. ആ പരിമള തൈലത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ ഉള്ളിൽ നിന്ന്, വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവചനം പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് തിരുവചനം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന, നിങ്ങളെ ആനന്ദത്തിന്റെ പരിമള തൈലം കൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു നദി നിങ്ങളുടെ മേലുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തി വളർത്താൻ ശ്രദ്ധിച്ചാട്ടെ. വിശുദ്ധ മന്ദിരമായ നമ്മളെ സഹായിക്കാൻ അധികാരത്തെ സ്വർഗം തയ്യാറാണ്. അതിരാവിലെ അവൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ വ്യാകുലത്തോടെ രാവിലെ എഴുന്നേറ്റാൽ പരിശുദ്ധാത്മാവ് പറയും, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്റെ കൂടെ വരാം, ഞാൻ നിന്റെ കൂടെ നടക്കാം, ഞാൻ നിന്റെ ഓഫീസിൽ വരാം, ഞാൻ നിന്റെ കോളേജിൽ വരാം, ഞാൻ നിന്റെ സ്കൂളിൽ വരാം, ഞാൻ നിന്റെ എക്സാം ഹോളിൽ വരാം, നിന്റെ സ്ട്രെസ്സിനെ ഞാൻ വഹിക്കാം. അത് അധികാരത്തെ യഹോവ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് പറയുന്നതിന്റെ അർത്ഥം, ഇന്ന് പകൽക്കാലം വിശുദ്ധ മന്ദിരമായി നിന്നെ എണ്ണിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിശുദ്ധ മന്ദിരമായി സ്വർഗം എണ്ണിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളെ തണുപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവജലത്തിന്റെ നദി നിങ്ങളെ മേലുണ്ടെങ്കിൽ, അതിരാവിലെ നിങ്ങളെ സഹായിക്കാൻ സ്വർഗം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു നിമിഷം കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച്, അല്പസമയം ആ അരുമനാഥനെ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്. Viva Baba, Chula Bala,